ഗൈസ് ഹലോ ഗൈസ്, നമ്മൾ വീണ്ടും ഒരു ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് നമ്മളൊരു എപ്പിസോഡ് ടൈപ്പായിരിക്കും ഉണ്ടാക്കാൻ പോകണേ. നമ്മൾ ഇതിൽ ചാപ്റ്റർ 6 വരെ നമ്മളെ ചാപ്റ്റർ 100 എന്ന് പറഞ്ഞാൽ ഒരു 100 ഡേയ്സിലാണ് നമ്മൾ ഈ വീഡിയോ 100 ദിവസങ്ങൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഇനി വീഡിയോസ് ഇടാം. അപ്പോൾ ഒരു ഏതെങ്കിലും ദിവസം നമുക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഒരു ദിവസം 2-3 വീഡിയോസ് വരും. ഓക്കെ, ഒരു സർവൈവൽ മോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ട് ഷോയിങ് പ്ലേസ് ആൻഡ് കീപ്പ് ഇൻവെർട്ടറി ഓക്കെ, നമ്മളൊരു കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ നല്ലൊരു സ്ഥലമായിട്ടുള്ള വില്ലേജ് തന്നെ കിട്ടണമേ അങ്ങനെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ ഞാൻ വരുന്ന ഒരു വീഡിയോസിലും മൈൻക്രാഫ്റ്റിൻ്റെ ലൈവ് വീഡിയോസിലൊന്നും എന്തും കിട്ടാറില്ല. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് എനിക്കത് സെറ്റാക്കി തരാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ റോഡ് ടു 2K ആണ്. നമുക്ക് ഒരു 50 സബ് ഉണ്ടായാൽ നമ്മളൊക്കെ 200 ആവും, 1200 ആവും. നിങ്ങളതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സെറ്റാക്കി തരണം. വരട്ടെ, ഈ വരുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. വന്നു എനിക്ക് ഈ കണ്ണെടുത്താൽ കണ്ടാത്ത സ്ഥലമാണ് ഇത്. കണ്ട റബ്ബേ, ഇനി ഇത്രക്ക് വൈരാഗ്യമാണ് ഇവർക്ക്. സത്യം ഇവർക്ക് ഭയങ്കര വൈരാഗ്യമാണ്. ഓടിക്കോ, ഈ രാജ്യത്തിന് സ്ഥലം കിട്ടിയ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലം എന്താ വെച്ചാൽ ഈ സ്ഥലത്തിൻ്റെ പേര് ഈ ഐസായിട്ട് ഇതായി പോകണം. എൻ്റെ റബ്ബേ, ഓ മണ്ടാ. സൗണ്ടില്ലേ? എനിക്ക് ഏതാണെന്നത് അറിയില്ല. ഒരു ചാപ്റ്ററിൽ എനിക്ക് എന്താ എൻ്റെ ആഗ്രഹം എന്താ എനിക്ക് നല്ല രീതിയിൽ വീഡിയോസ് ഇടാവുന്ന സൂക്കാണ്. അത് നിങ്ങളൊന്ന് കുറച്ച് എന്നിട്ടില്ല എനിക്ക് വരയ്ക്കുന്നത് പറയാനുള്ളൂ. അതിപ്പോൾ ഒരു സാഹചര്യത്തിൽ തരാൻ കഴിയില്ല. എനിക്ക് പാടില്ല. അതൊരു പച്ചപ്പിലുള്ളതാണ്. ആ പച്ച വെള്ളത്തോടെ എങ്ങനെയെങ്കിലും പോകണം. ഇവിടെ ഒന്നും ശരിയാവില്ല. ഇവിടെ മരം ഉണ്ടല്ലോ. ഈ മരം മുറിച്ചേക്കാം. കാരണം ഇവിടെ കൂടുതൽ അയൺ കിട്ടാൻ ചാൻസ് ഉള്ള സ്ഥലം.
ചാടി ചത്തപ്പെടുത്ത് നമ്മള് ഈ ഐസ് കൊണ്ടിട്ടവര് ഐസ് കൊണ്ടിട്ടാ ഐസ് കൊണ്ടിട്ടേ ഞാൻ ഫോണായി ഐസ് ഉണ്ടായിരുന്നല്ലോ എന്താ മഴ ഒക്കെ ഉടായിപ്പാട്ട സത്യം ഉടായിപ്പാണല്ലോ അവിടെ നിങ്ങൾക്കത് കാണുന്നുണ്ടോ നല്ലൊരു സ്ഥലം കിട്ടണം എന്നാൽ അതും നല്ലൊരു സ്ഥലമാണെന്ന് പറയാനും പറ്റൂല എന്നാലും ഇന്ത്യ നോക്കുമ്പോൾ നല്ല സ്ഥലമാണ് അതല്ലേ അതന്നെയാണോ ആ ഇല്ല ഞാൻ ഇത് കൊണ്ടുവരണം പറഞ്ഞു ആ നെതർക്കുള്ള സ്ഥലമാണ് പറ്റിച്ചോ ഇല്ലല്ലോ പക്ഷേ എന്ത് ചെയ്യാനല്ലേ ഡെയിലി വീഡിയോസ് ഇടാനുള്ള ആഴ്ച 2 ദിവസം വീഡിയോസ് ഇടുന്നുണ്ട് പക്ഷെ എനിക്ക് നാളെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ കഴിയുന്ന പ്രതീക്ഷ എൻ്റെ മനസ്സിലില്ല നാളെ ഞാൻ ഇന്ന് വന്നത് ഞാൻ ഒരു 2 വീഡിയോസ് ഇട്ടേക്കാന്ന് വിചാരിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു വീഡിയോ ഭയങ്കര ലോങ് ആയതുകൊണ്ടായിരിക്കും ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ അത്രയ്ക്ക് ലോങ് ആക്കണ്ട അയ്യോ ഈ വീഡിയോ അത്രയ്ക്ക് ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചു എന്താണ് ഈ വീഡിയോയുടെ പ്രശ്നം നിങ്ങളൊന്ന് പറയണം അല്ലെങ്കിൽ ഷെയ്ഡ് കളിക്കാറുണ്ട് ഷെയ്ഡ് എങ്ങനെ യൂസ് ചെയ്യുന്ന എനിക്കറിയില്ല കുറേ ആപ്പും കുറേ യൂട്യൂബൊക്കെ സബ്സ്ക്രൈബ് ആക്കി പക്ഷെ എങ്ങനെ യൂസ് ഈ മൊബൈലിൽ ഇതൊന്നും വർക്കാവില്ല എന്നൊക്കെ ഒരു വിചാരിച്ചു അത്രയ്ക്കും ഇതിടാ പാകപ്പാടാണ് ദിവസം കളിച്ച് ഉത്തർക്കാൻ എനിക്കറിയാം കയ്യോണം അടിക്കല്ലേ ചത്ത് പോയിന് സ്നോ തന്നെ ഇറങ്ങാൻ വയ്യ അയ്യോ അതല്ല ഞാൻ വലിയൊരു പെൺകുഞ്ഞുള്ളത് പമ്പ് പെഞ്ച് സാധനം പോലെ നിർത്തുന്നത് പെഞ്ചിന് ഈ ഭയം മൊത്തം ചുറ്റി എൻ്റെ അറിയാത്ത ഈ ഭയം മൊത്തം ചുറ്റിയിട്ടുണ്ടാവും പോകുമ്പോൾ ചെറിയ വയസ്സിൻ്റെ നല്ലതാ മൊത്തം പറയും നമുക്ക് ഇവിടെ ചാട്ടാൽ ഒരവസ്ഥയാണ് എൻ്റെ റബ്ബേ ഞാനൊരു പൊട്ടത്തരം കാണിച്ചാലോ ഒരിക്കലും കഴിയുന്നില്ല എനിക്കിതാകാൻ കഴിയുന്നില്ല ഒന്നേ ഇവിടുന്ന് ക്രിയേറ്റീവ് മോഡ് വെച്ച് അങ്ങോട്ട് പോയതിന് ശേഷം അതൊരു നമുക്കൊരു സുഖം ഉണ്ടാവില്ല ഞാൻ അവിടെ എത്തിയിട്ട് ഗെയിം തുടങ്ങാന്നാണ് വിചാരിക്കുന്നത് ഞങ്ങളിപ്പോൾ അവിടെ എത്തിയിട്ട് ഗെയിം തുടങ്ങും
പറ്റാതെ കഴിയുന്നില്ലടാ. രാവിലേക്ക് എന്നിട്ട് പുറത്തിറങ്ങപ്പോൾ കയ്യും തോന്നില്ലടാ എനിക്ക്. ഇത്രക്ക് സീനാടാ അവിടെ പുറത്ത്. ഇത് എന്താ റബ്ബേ റീസ്പോൺ പോയിന്റ് വിളിച്ചിട്ട് പൊളിച്ചടേ റീസ്പോൺ പോയിന്റ് പേടിച്ചടേ. എന്താ ഒരാളുടെ എടുത്താൽ എന്താ എം ടി കിട്ടും. ഇതെടുത്താൽ എന്തിനാണ് എം ടി ആയപ്പോൾ എന്താ ഞാൻ എന്താ എം ടി ആയപ്പോൾ ചെയ്യും. അത് ഞാൻ എം ടി ആയപ്പോൾ ഞാൻ എന്തുണ്ടാക്കുക എം ടി ആയപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഓടാ. ഫോർ നോട്ട് ഫോർ നമുക്കിത് അങ്ങോട്ട് പോവാം. ഫോർ ഞാൻ വരുന്ന വഴിക്ക് ഞാനൊരു കോഴിനെ പറഞ്ഞായിരുന്നു. ഞാൻ എനിക്ക് ഷീപ്പിനെ കൊണ്ടുപോയത് ഞാനൊരു ഗുഹേൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് ചത്തുപോയി. പക്ഷേ ഞാൻ സോണായത് ഇങ്ങനത്തെ ഒരു വയോമിലായിരുന്നു. ഇവരുടെ പുറത്തിറങ്ങാൻ കഴിയത്ര അതിനുള്ളിൽ പുറത്തിറങ്ങി എത്ര കഷ്ടപ്പെട്ടെങ്കിൽ അതിനുള്ളിൽ പുറത്തിറങ്ങി എൻ്റെ നാട്ടിൽ. അതാണ് ഇങ്ങനെയൊക്കെ. എനിക്കൊരു ക്യാരറ്റ് ഇല്ലടാ. എന്താണ് അവിടെ ആരും ക്യാരറ്റ് എന്ന് പറയുന്നത് ഇല്ലടാ. പിന്നെ ക്യാരറ്റ് ഹലോ ബോസ് സുഖല്ലേ? വരാം. अरे भाई वेट कर तो നമുക്കിത് ചെയ്യാൻ കഴിയാത്തതിന് കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തത് കൊണ്ട് തന്നെ.
ചെയ്യട്ടെ. കുറച്ചും കൂടി സെറ്റപ്പ് ആക്കുന്നതായിരിക്കും. ഓക്കെ ബൈ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബൈ.